9 കിലോമീറ്റർ ഇനി 51 ഉണ്ട്. ഇപ്പുറത്ത് എന്നാ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ റോഡ് ഒരുപാട് മെച്ചപ്പെട്ടു കേട്ടോ. അധികം നാളൊന്നും ആയില്ല, 6 മാസം ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഈ 6 മാസം ഒരുപാട് വ്യത്യാസമുണ്ട്. ടണ്ണയിലുണ്ട്. പിന്നെ എങ്ങനെ റോഡ് നിൽക്കും? السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله نحمده ونصلي ونسلم على رسوله الكريم أما بعد. ما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മുടെ ഷാഫി ഫിഖിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് യാത്രയിലെ നമസ്കാരമാണ്, ജമ്മും ഖസർ. പൊതുവെ യാത്രയിലെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലകൾ കൃത്യമായിട്ട് പഠിച്ചു ഓർത്തു വെച്ചാൽ ആ സംശയങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കൃത്യമായിട്ട് സമയോചിതമായ നിലയിൽ നമസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുകയും ചെയ്യും. പലരും യാത്രയിൽ നമസ്കാരം പലരുടെയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. വിശിഷ്യ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, മറ്റ് വിനോദ യാത്രകളിലേക്ക് പോകുമ്പോൾ നിർബന്ധത്തോടുകൂടെ നമസ്കരിക്കണം എന്ന നിശ്ചയദാർഢ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കളാവൂല. പക്ഷെ അതിനകത്ത് പലപ്പോഴും കൂട്ടത്തിൽ കൂടിയിട്ട് മറ്റുള്ളവരും ആ കാര്യത്തിൽ അശ്രദ്ധ ഉള്ളവർ കൂടെ ഉണ്ടെങ്കിലൊക്കെ നൗസുബില്ല ആ കാര്യത്തിൽ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കല്യാണ വേദികളിൽ നമ്മൾ പോകുമ്പോൾ ലോഹർ നമസ്കാരം വിശിഷ്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അസർ നമസ്കാരം ഈ കുറച്ചുകൂടെ ബന്ധുവിന്റെ വിവാഹമാണെങ്കിൽ അതിനുവേണ്ടി പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പുതിയ ഉണ്ണിന്റെ വീട്ടിലേക്കൊക്കെ പോയി മഗ്‌രിബും നൗസുബില്ല ഇങ്ങനെയൊക്കെ നമസ്കാരം അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. യാത്രയിൽ പോലും നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ബുദ്ധി സ്ഥിരതയുള്ള കാലത്തോളം ഇളവില്ലാത്ത ഒരു കാര്യമാണ് ഫർളായ നമസ്കാരങ്ങൾ. ഒരു കാരണവശാലും അതിനകത്ത് ഇളവില്ല. പ്രത്യേകം ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം ആക്കുന്നത് വളരെ വലിയ പാപമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന
കിതാബൻ മൗഖൂത്ത എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വളരെ സമയബന്ധിതമായ ബാധ്യതയാണ് നമസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കർശനമായി നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇസ്രായേല് ഇളവ് നൽകിയിട്ടുള്ളത്. ജംആക്കാനുള്ള ഇളവ് നൽകിയിട്ടുണ്ട്, ഖസ്റാക്കാനുള്ള ഇളവ് നൽകിയിട്ടുണ്ട്. ജംഅ എന്ന് പറഞ്ഞാല് രണ്ട് നമസ്കാരത്തെ ഒരുമിച്ച് നമസ്കരിക്കുന്നതിനാണ് ജം എന്ന് പറയുന്നത്. നിശ്ചിത നമസ്കാരങ്ങളെ എല്ലാത്തിനെയും പറ്റൂല, ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ രണ്ട് നമസ്കാരങ്ങളെ താഴെ നമ്മൾ പറയുന്നുണ്ട്, ഒരുമിച്ച് നമസ്കരിക്കുന്നതിനാണ് ജം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ലൊഹറും അസറും കൂടി നമസ്കരിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ സമയത്ത്. ഒന്നുകിൽ അഡ്വാൻസ് ആയിട്ട് ലൊഹറിന്റെ സമയത്ത് അസറും കൂടി മുന്തിച്ച് ലൊഹറിനോടുകൂടി മുൻകൂറായി നമസ്കരിക്കുക, അല്ലെങ്കിൽ ലൊഹറും അസറും കൂടി അസറിന്റെ സമയത്ത് നമസ്കരിക്കാം. അപ്പോ നേരത്തെ നമസ്കരിക്കുന്നതിന് ജമ്മു തഖ്ദീം എന്ന് പറയും, മുന്തിച്ച് ജമ്മാക്കുക, ജമ്മു തഖ്ദീം. വൈകിച്ച് നമസ്കരിക്കുന്നതിന് രണ്ടാമത്തെ നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കുന്നതിന് ജമ്മു തഖീർ, പിന്തിച്ച് വൈകിച്ച് നമസ്കരിക്കുക എന്നാണ് പേര് പറയുന്നത്. അതുപോലെ മഗ്രിബും ഇശായും കൂടി ഇതേപോലെ നമസ്കരിക്കാം. മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ് നമസ്കരിക്കുന്നതോടുകൂടി വരാൻ പോകുന്ന ഇശായും കൂടി അഡ്വാൻസ് ആയിട്ട് നമസ്കരിച്ചേക്കുക. ഇതിന് ജമ്മു തഖ്ദീം എന്ന് പറയും. മഗ്രിബും ഇശായും കൂടി ഇശായുടെ സമയത്ത് നമസ്കരിക്കുക, ഇത് ജമ്മു തഖീർ എന്നും പറയും. മറ്റു നമസ്കാരങ്ങളും സുബഹി ഒന്നിനോടും ജമ്മാക്കാൻ പറ്റൂല. അതുപോലെ ഇശായെ സുബഹിയോടോ അസറിന് മഗ്രിബിനോടോ ജമ്മാക്കാൻ പറ്റൂല. ജമ്മാക്കുന്ന രൂപം ഇത്ര മാത്രമാണ്. ലൊഹറും അസറും കൂടി ജമ്മാക്കാം, അതുപോലെ മഗ്രിബ് ഇശായും കൂടെ ജമ്മാക്കാം. ഒന്നുകിൽ ആദ്യത്തെ നമസ്കാരത്തിന്റെ സമയത്താകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ സമയത്താകാം. ഇതിനാണ് ജംഅ എന്ന് പറയുന്നത്. ഇത് വേറൊന്നുണ്ട്, ഖസ്ർ. ഖസ്ർ എന്ന് പറയുന്നത് 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 റക്അത്ത് ആക്കി ചുരുക്കി നമസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഉദാഹരണം ലൊഹർ, അസർ, ഇശ, ഈ നമസ്കാരങ്ങളിൽ മാത്രമേ ഖസ്റുള്ളൂ. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്താക്കി ചുരുക്കി നമസ്കരിക്കുക. 4 റക്അത്തുള്ളതിനെ ഖസ്റാക്കാൻ പറ്റുള്ളൂ. മഗ്രിബിനെ ഖസ്റാക്കാൻ പറ്റൂല. മഗ്രിബിനെ എന്ത് ചെയ്തു 2 റക്അത്താക്കി, അല്ലെങ്കിൽ സുബഹി 1 റക്അത്താക്കി, ഇതില്ല. സുബഹിയിലും മഗ്രിബിലും ഖസ്റില്ല. ഖസ്റുള്ളത് 4 റക്അത്തുള്ള നമസ്കാരത്തിൽ മാത്രമാണ്. ലൊഹർ, അസർ, ഇശ, ഈ നമസ്കാരങ്ങളിലാണ്. ഇത് ഇങ്ങനെ നമസ്കരിക്കുന്നതിന് ഖസ്റെന്നും നമ്മൾ നേരത്തെ പറഞ്ഞതിന് ജമ്മെന്നും പറയുന്നു. ഖസ്റാക്കി നമസ്കരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ഖസ്റാക്കുന്നതിന്, ജമ്മാക്കുന്നതിനും പിന്നെ നിബന്ധനകളുണ്ട്. എന്നാൽ ഖസ്റാക്കുന്നതിനുള്ള നിബന്ധന ദീർഘയാത്രയായിരിക്കുക. ദീർഘയാത്രയിലാണ് ഖസ്റാക്കാനുള്ള അനുവാദം ഉള്ളത്. ദീർഘയാത്ര എന്ന് പറയുന്നത് 2 മർഹല എന്ന് അറബിയിൽ പറയും. ഏകദേശം 81 കിലോമീറ്റർ എന്ന് ഇന്നത്തെ ആധുനിക കാല പണ്ഡിതന്മാര് അതിനെ നിർണയിച്ചിട്ടുണ്ട്. നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോഴും ഈ 81 കിലോമീറ്റർ ആണ് കിട്ടുന്നത്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 82 ആക്കുന്നതിന് കുഴപ്പമില്ല, 81 മതിയാകുന്നതാണ്. അത്രയും ദൂരം, അതായത് വൺ സൈഡ്. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ 81 കിലോമീറ്റർ ഉള്ള മലപ്പുറത്തേക്ക് പോവാണ്. അത്ര കിലോമീറ്റർ ഉണ്ടാവുമല്ലോ. ഏതാണ്ട് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൂട്ടി 81 കിലോമീറ്റർ പോരാ. വൺ സൈഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഉദാഹരണമായിട്ട് കായംകുളത്ത് പോകുന്ന ഒരാൾ ആലുവയിൽ നിന്ന്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ഒരാൾ കായംകുളത്ത് പോകുന്നു. അത്രയും കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും. 200 ചില്ലാനും കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ 81 കിലോമീറ്റർ വരും അതിനകത്ത്. അപ്പൊ 81 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാണ് ഈ ഖസ്ർ, 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായിട്ട് കുറക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, ലക്ഷ്യസ്ഥാനം നിർണിതമായിരിക്കുക. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിർണയമായിരിക്കണം. നമ്മൾ പിന്നെ വെറുതെ കറങ്ങാണ്,
കറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് കറങ്ങാൻ പോകുന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല. ഇവിടുന്ന് ഹൈദരാബാദ് പോവാണ് അല്ലെങ്കിൽ ബോംബെക്ക് പോവാണ്, കുഴപ്പമില്ല. ബോംബെ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇനി അവിടെ പോയിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് അവിടുന്ന് പോകേണ്ടതെന്ന് ബാക്കി അവിടുന്ന് തീരുമാനിക്കുമായിരിക്കും. എന്നാലും ശരി, അത് ലക്ഷ്യമില്ലാതെയുള്ള യാത്രയിൽ കസറാക്കാൻ പറ്റൂല. മറ്റൊരു കാര്യം, കസറാക്കുന്നതിന് മുമ്പ് തന്നെ നമസ്കാരത്തിന്റെ നിയ്യത്ത് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ കസറാക്കി നമസ്കരിക്കുന്നു എന്ന് കരുതണം. കരുതാതെ ലഹോർ നമസ്കാരം നിസ്കരിക്കുന്നു എന്നും പറഞ്ഞ് ഒരാൾ സാധാരണഗതിയിൽ നെയ്യത്ത് ചെയ്യുന്ന പോലെ നെയ്യത്ത് ചെയ്താൽ കസറാക്കാൻ പറ്റൂല. കസറിന്റെ നെയ്യത്ത് അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യണം? കരുതണം. അതായത് 2 റക്അത്ത് ആക്കിയിട്ട് അപ്പുറത്ത് അവിടെ നിന്ന് നെയ്യത്ത് ചെയ്താൽ പോരാ. മറിച്ച് നമസ്കാരത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞാൻ കസറാക്കിയാണ് നമസ്കരിക്കുന്നത് എന്ന് കരുതിയിരിക്കണം. മറ്റൊന്ന്, 4 റക്അത്ത് നമസ്കരിക്കുന്ന ആളെ, അതായത് ലൊഹറാണെങ്കിൽ ലൊഹർ പൂർണ്ണമായി നമസ്കരിക്കുന്ന ആളോട് നമസ്കാരത്തിന്റെ ഒരല്പഭാഗത്ത് പോലും പിന്തുടരാൻ പാടില്ല. ഉദാഹരണം, നമ്മളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മൾ കസറാക്കിയിരിക്കാൻ പള്ളി കയറി നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലെത്തിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ സ്ത്രീകളോടുകൂടി ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണ്, അവർ പൂർത്തിയാക്കി നമസ്കരിക്കണം, അവരോടുകൂടി തുടർന്നാൽ നമുക്ക് പിന്നെ കസറാക്കാൻ പറ്റില്ല. പള്ളിയുടെ ഇമാമ് സാധാരണഗതിയിൽ 4 റക്അത്താണ് പൂർത്തിയാക്കിയാണ് നിസ്കരിക്കുക. ആ ഇമാമിനോട് അല്പം പോലും, ഉദാഹരണം ഇമാം സലാം വീട്ടുന്നതിന് മുമ്പാണ് നമ്മൾ പോയി തുടർന്നത്, എന്നാൽ പോലും കസറാക്കാൻ പറ്റൂല. പിന്നെ അതായത് 2 റക്അത്ത് ആക്കി നമസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അല്പം പോലും എന്ത് ചെയ്യരുത്? പൂർത്തിയാക്കി നമസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടില്ല ഒരല്പ സമയത്ത് പോലും. ഖളായ നമസ്കാരമാണ് ഒരാൾ കസറാക്കുന്നതെങ്കിൽ, ഇപ്പൊ നമുക്ക് ഖളായി പോയിട്ടുണ്ടാവും നിസ്കാരം, അത് ആ യാത്രയിൽ തന്നെ ഖളായ നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യാം? യാത്രയിൽ തന്നെ കസറാക്കി നിസ്കരിക്കാം. ആ യാത്രയിലോ വേറെ ഏതെങ്കിലും യാത്രയിലോ ഖളായി പോയ നമസ്കാരമാണെന്ന് സങ്കല്പിക്കാം, അത് യാത്രയിൽ കസറാക്കി നിസ്കരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് നാട്ടിൽ വെച്ചൊരു നിസ്കാരം ഖള ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ നമസ്കാരം യാത്രയിൽ വെച്ച് കസർ ചെയ്യാൻ പറ്റില്ല. അത് നാട്ടിൽ വെച്ച് തന്നെ അത് 4 റക്അത്ത് തന്നെ നമസ്കരിക്കൽ നിർബന്ധമാണ്. അതുപോലെ യാത്രയിൽ വെച്ച് ഖളായി പോയ നിസ്കാരം നാട്ടിൽ വന്ന് നിസ്കരിച്ചാലും, യാത്രയിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഖളായി പോയ നിസ്കാരം നാട്ടിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിലും അത് പൂർത്തിയാക്കി തന്നെ നമസ്കരിക്കണം. മറ്റൊരു നിബന്ധന, നമസ്കാരം തീരുന്നത് വരെ യാത്രയിൽ തുടരണം, യാത്ര ഉണ്ടായിരിക്കണം. നമസ്കാരം നമസ്കരിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ എത്തിയാൽ, ഉദാഹരണം ട്രെയിനിൽ നിസ്കരിക്കാൻ, ആലുവയിലുള്ള ആലുവ ടൗണിൽ താമസിക്കുന്ന ഒരാള് നമസ്കരിച്ചുകൊണ്ട് വരികയാണ് ട്രെയിനിൽ. നമസ്കാരം ആലുവയിൽ എത്തി അയാളുടെ താമസ പ്രദേശത്തിന്റെ ആ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ടൗണിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ടൗണിന്റെ അതിർത്തിയെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമസ്കാരം കസറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ പറ്റില്ല, അത് പൂർത്തിയാക്കി നമസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പൊ കസറാക്കി നമസ്കരിക്കുന്ന ഒരാൾക്ക് നമസ്കാരത്തിലുടനീളം അയാള് യാത്രയിൽ തന്നെ ആയിരിക്കൽ നിർബന്ധമാണ്. മറ്റൊരു നിബന്ധന, ഈ കസറാക്കുന്നതിന് നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ, ഉദാഹരണമായിട്ട് ഇവിടുന്ന് ഒരാൾ ബോംബെ പോയി, അപ്പൊ അവിടെ ചെന്നിട്ട് അയാൾ എത്ര ദിവസം താമസിക്കുന്നുണ്ട്, എത്ര ദിവസത്തേക്ക് അയാൾക്ക് കസറാക്കാം? 4 ദിവസം വരെ അയാൾ അവിടെ താമസിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് കസറാക്കുന്നതിന് കുഴപ്പമില്ല. അതിലധികം താമസിക്കുകയോ താമസിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുകയോ ചെയ്താൽ, ഉദാഹരണമായിട്ട് ഒരു ആവശ്യത്തിനോട് പോയതാണ്, അപ്പോ ആ ആവശ്യം നടന്നിട്ട് തിരിച്ചു വരണം, ആവശ്യം നടക്കുന്നില്ല, 4 ദിവസം വരെ എത്തി, കുഴപ്പമില്ല, ഈ 4 ദിവസം വരെ അയാൾക്ക് കസറാക്കാം. പിറ്റേ ദിവസം ആവശ്യം തിരിച്ചു പോന്നു, കസറാക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ബോംബെയിലേക്ക് ചെന്നപ്പോ ഒരാള് എന്ത് ചെയ്തു, ഞാൻ 5 ദിവസം അവിടെ താമസിക്കാൻ അല്ലെങ്കിൽ 4 ദിവസത്തിലധികം താമസിക്കാൻ അയാൾ അപ്പൊ തന്നെ കരുതി, ഒരാഴ്ച ബോംബെയിൽ തങ്ങാൻ നീട്ടിയതും എങ്കിൽ അവിടെ എത്തിയത് മുതൽ അയാൾ യാത്രക്കാരനല്ല, മുസാഫിർ, യാത്രക്കാരൻ എന്ന ഗണത്തിൽ നിന്ന് അയാൾ പുറത്തു പോകും. ശറഈയായിട്ട് അയാൾക്ക് യാത്രക്കാരന് കിട്ടുന്ന ആനുകൂല്യം ലഭിക്കുകയില്ല. നമസ്കാരം കസറാക്കാനോ ജമ്മാക്കാനോ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോ ഈ 4 ദിവസം എന്ന് പറയുന്നത് ചെല്ലുന്ന ദിവസവും പോരുന്ന ദിവസവും കൂടാത്തതാണ്. അർബാത്തു അയ്യാമിൻ ഗൈറ യൗമി അദ്ദുഖൂലി വൽ ഖുറൂജ്, അങ്ങോട്ട് ചെല്ലുന്നതും ഇങ്ങോട്ട് തിരിച്ചു പോരുന്നതുമായ 2 ദിവസങ്ങൾ
ചില്ലറ ദിവസങ്ങൾ, പകുതിക്ക് ഉച്ചയ്ക്ക് ആയിരിക്കുമല്ലോ യാത്ര, ആ 2 ദിവസങ്ങൾ കൂട്ടാതെയുള്ള 4 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒന്നുകിൽ 4 ദിവസം അവിടെ താമസിക്കാൻ കരുതി ചെല്ലുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കരുതിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്, അവിടെ എത്തുന്നതോടുകൂടെ നമ്മുടെ യാത്രക്കാരൻ എന്നുള്ള ആനുകൂല്യം അല്ലെങ്കിൽ യാത്രക്കാരന്റെ ആനുകൂല്യം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇനി മുതൽ നമസ്കാരം ജമ്മാക്കാതെ അതാതിന്റെ സമയങ്ങളിൽ 5 വക്ത് അതാതിന്റെ സമയങ്ങളിലും പൂർണ്ണമായ രൂപത്തിൽ 4 റക്അത്ത് വീതവുമായിട്ട് നമസ്കരിക്കൽ നിർബന്ധമാണ്. ജമ്മാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഖസറിന്റെ ഈ പറഞ്ഞ നിബന്ധനകള് ഒക്കെ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജം ആക്കുകയും ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ജം എന്ന് പറയുന്നത് ലൊഹറും അസറും അല്ലെങ്കിൽ മഗ്രിബ് ഇശായും, ഇത് രണ്ടും കൂടെ ലൊഹറും അസറും ചേർത്ത് ഒന്നുകിൽ ലൊഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് വൈകി നമസ്കരിക്കുന്നതിനാണ് ജം എന്ന് പറയുന്നത്. അതുപോലെ മഗ്രിബും ഇശായും കൂടിയും എന്ത് ചെയ്യാം? ജം ആക്കി നമസ്കരിക്കാം. ഒന്നുകിൽ ആദ്യത്തെ നമസ്കാരത്തിന്റെ സമയമാകുന്ന മഗ്രിബിന് അല്ലെങ്കിൽ രണ്ടാമത്തെ നമസ്കാരത്തിന്റെ സമയമാകുന്ന ഇശായിലേക്ക് നമസ്കരിക്കാവുന്നതാണ്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ജമ്മു തഖ്ദീം ഉണ്ട്, ജമ്മു തഖീർ ഉണ്ട്, അല്ലെ? അപ്പോ ജമ്മു തഖീറിനും ജമ്മു തഖ്ദീമിനും പ്രത്യേകം വേറെ നിബന്ധനകളുണ്ട്. മനസ്സിലായില്ലേ? ഇതിന് 3 നിബന്ധനകളുണ്ട്. ജമ്മു തഖ്ദീമിന് 3 നിബന്ധനകൾ. ഒന്നാമത്തെ നമസ്കാരം തീരുന്ന മുമ്പ് തന്നെ അടുത്ത നമസ്കാരവും കൂടി ഇതിന്റെ കൂടെ ജമ്മാക്കുന്നു എന്ന് കരുതുക. ഉദാഹരണം, മഗ്രിബും ഇശായും കൂടെ മഗ്രിബിന്റെ സമയത്ത് ജമ്മു തഖ്ദീമായി നമസ്കരിക്കുകയാണ്. ഇതിനകത്ത് ഒരാള് അപ്പോ മഗ്രിബ് നിസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് മനസ്സിൽ കരുതിയിരിക്കണം, ഇശായെ കൂടി ഞാൻ തഖ്ദീമിന്റെ ജമ്മാക്കി മഗ്രിബിനോടുകൂടെ നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിരിക്കണം. അതിനുവേണ്ടി നെയ്യത്തിന്റെ വചനങ്ങൾ ഉച്ചരിക്കണം എന്നില്ല, ഉച്ചരിക്കേണ്ട ആവശ്യം ഇല്ല. ഇല്ലെങ്കിൽ പറ്റൂല, കാരണം നെയ്യത്തില്ലാതെ അതിന്റെ കൂടെ കണക്റ്റഡ് ആയിരിക്കണം. ആദ്യത്തെ നിസ്കാരം നിസ്കരിച്ചിട്ട് അതിലൂടെ കണക്ട് ആയിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ആദ്യം ലൊഹറും പിന്നെ അസറും എന്നിങ്ങനെ ക്രമം പാലിക്കുക. തഖ്ദീമില് മുന്തിച്ച് നിസ്കരിക്കുമ്പോൾ ആദ്യം ലൊഹർ അല്ലെങ്കിൽ ആദ്യം മഗ്രിബ്, പിന്നെ ലൊഹർ കഴിഞ്ഞിട്ട് അസർ, മഗ്രിബ് കഴിഞ്ഞിട്ട് ഇശ. ഈ ക്രമം എന്ത് ചെയ്യണം? പാലിക്കണം. 2 നമസ്കാരവും തമ്മിൽ ഗ്യാപ്പ് അധികം വരാൻ പാടില്ല, അധികം ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ലൊഹർ മഗ്രിബ് നിസ്കരിച്ചിട്ട് കുറെ കഴിഞ്ഞ് സുന്നത്തൊക്കെ നിസ്കരിച്ച് വാഖിയൊക്കെ ഓതി തസ്ബീഹാത്തുകളൊക്കെ പൂർത്തിയാക്കി പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? ഇശ നിസ്കരിക്കാൻ പറ്റൂല തഖ്ദീമായിട്ട്. മനസ്സിലായില്ലേ? രണ്ടിന്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ബാങ്ക് ഒരു ഇക്കാമത്ത് കൊടുക്കുന്നതിനുള്ള, അതായത് അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ ഒരു ബാങ്കും 2 ഇക്കാമത്തുമാണ് സുന്നത്തുള്ളത്. അതായത് മഗ്രിബിനും ഇശാക്കും വേണ്ടി ഒരു ബാങ്ക് കൊടുക്കുക, എന്നിട്ട് മഗ്രിബിന് ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞ് ഇശാക്കും ഇക്കാമത്ത് കൊടുത്തിട്ട് നമസ്കരിക്കുക. ബാങ്കിന്റെ ആവശ്യം രണ്ടാമത്തേതിന് ഇല്ല. അപ്പൊ ആ ഇക്കാമത്ത് കൊടുക്കാനുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യാം? എടുക്കാവുന്നതാണ്. ജമ്മു തഖീർ ചെയ്യാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മഗ്രിബും ഇശായും കൂടെ ജമ്മു തഖീർ ചെയ്യാണ്. തഖീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, മഗ്രിബും ഇശായും കൂടെ ഇശായുടെ സമയത്ത് നമസ്കരിക്കുന്നതിനാണ് നമ്മൾ തഖീർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ആ മഗ്രിബിന്റെ സമയം ഖളാ ആകുന്നതിന് മുമ്പായി. മാത്രമല്ല, മഗ്രിബിന്റെ നമസ്കാരം ഒരാൾക്ക് മിനിമമായ രൂപത്തിൽ നമസ്കരിച്ച് തീർക്കാൻ സമയം ബാക്കിയുള്ള സമയത്ത് ഞാൻ നെയ്യത്ത് ചെയ്യണം, ഞാൻ മഗ്രിബിനെ ഇശായോടുകൂടെ പിന്തിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് 7:30ക്കാണ് ഇശാ ബാങ്ക് എന്ന് വിചാരിക്കുക, 7:20 കുറഞ്ഞ വർഷം നെയ്യത്ത് ചെയ്തിരിക്കണം. കാരണം 10 മിനിറ്റ് വേണം മഗ്രിബ് നിസ്കരിക്കാൻ. ഓക്കെ, ഇനി ഒരു 7 മിനിറ്റ് മതി എന്ന് വിചാരിച്ചു, അല്ല 6 മിനിറ്റ് മതി എന്ന് വിചാരിച്ച ഒരാൾക്ക് സാധാരണ പെട്ടെന്ന് നിസ്കരിക്കാം. 6 മിനിറ്റ് മുമ്പെങ്കിലും ഇശാ ബാങ്ക് കൊടുക്കുന്നത് 7:30ക്കാണെങ്കിൽ ഒരു 6 മിനിറ്റ് മുമ്പ് 7:24 എങ്കിലും കുറഞ്ഞ വർഷം, അതായത് മഗ്രിബ് നിസ്കരിക്കാൻ ഒരാൾക്ക് പറ്റണം. ആ സമയം കൊണ്ട് അത്രയും സമയം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. എങ്കിലും ഗ്യാപ്പിൽ നെയ്യത്ത് ചെയ്യണം, ഞാൻ മഗ്രിബ് നിസ്കാരത്തെ ഇശാവോടുകൂടി അല്ലെങ്കിൽ ലോഹർ നിസ്കാരത്തെ അസറോടുകൂടി വൈകിച്ച് ജമ്മാക്കുന്നു എന്ന് മനസ്സിൽ കരുതണം, നെയ്യത്ത് ചെയ്യണം. ഏറ്റവും നല്ലത് മഗ്രിബിന് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, യാത്രയിലാണ്, അങ്ങനെ സാഹചര്യത്തിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങ് നെയ്യത്ത് ചെയ്തേക്കുക. കാരണം അഫ്രത്തിൽ അശ്രദ്ധയായി പോകും നമ്മൾ.
അതുകൊണ്ട് ചിലപ്പോ നെയ്യത്ത് ചെയ്യാതെ ആയി കഴിഞ്ഞാൽ നിസ്കാരം കള ആകുന്നതിന്റെ ഹുക്കുമിൽ ആയിത്തീരുന്നതാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ജമ്മിന്റെ നെയ്യത്ത് ചെയ്തേക്കലാണ് നല്ലത്. ഇതിനകത്ത് ക്രമം നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. അതായത് ആദ്യത്തെ നമസ്കാരവും രണ്ടാമത്തെ നമസ്കാരവും എന്നുള്ള നിബന്ധന ഇതിനകത്തില്ല. നല്ലത് അതാണ്, മുസ്തഹബാണ്, നല്ല സുന്നത്താണത്. എന്നാൽ ഒരു പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ ഇശാ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക, നമ്മള് മഗ്രിബും ഇശായും കൂടി ജമ്മാക്കിയിരിക്കുന്ന ജമ്മു തഖീർ അഥവാ പിന്തിച്ച് ജമ്മാക്കിയിരിക്കുന്ന ആളാണ്. ചെന്നപ്പോൾ ഓൾറെഡി ഇശാ നിസ്കാരം ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ ഇശാ നമസ്കാരത്തിൽ സംബന്ധിക്കുന്നതിനും കൂടുന്നതിനും ശേഷം മഗ്രിബ് നമസ്കരിക്കുന്നതിനും അനുവാദമുണ്ട്. അതിന് വിരോധമില്ല. പൊതുവെ ഉണ്ടാകാവുന്ന ഒരുപാട് പേര് സംശയിക്കുന്ന സംശയങ്ങളാണിത്. ഇശായുടെ സമയത്ത് ജമാഅത്ത് നടക്കുമ്പോഴായിരിക്കും നമ്മൾ എത്തുക. അപ്പൊ ജമാഅത്ത് നിസ്കരിക്കാമോ, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ലല്ലോ, അപ്പൊ കൂടുതൽ ആൾക്കാരുടെ ഒരാൾ പറയും മഗ്രിബ് നിസ്കരിച്ചിട്ട് മതി. അങ്ങനെ വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ജമാഅത്ത് എന്ത് ചെയ്യാം, ഇശാ നമസ്കാരത്തിൽ ജമാഅത്തിൽ അല്ലെങ്കിൽ അസറിന്റെ ജമാഅത്തിൽ കൂടാം. ശേഷം മുമ്പുള്ള നമസ്കാരം നമസ്കരിച്ചാൽ മതിയാകുന്നതാണ്. മറ്റൊരു കാര്യം, ഒരാൾ ലോഹറും അസറും കൂടെ ജമ്മു തഖ്ദീമാക്കി നമസ്കരിച്ചു. ലോഹറിന്റെ സമയത്ത് ലോഹറും അസറും കൂടി ഈ പറഞ്ഞ ആനുകൂല്യമുള്ള സാഹചര്യത്തിൽ ഒരാൾ നമസ്കരിച്ചു. എന്നിട്ട് നാട്ടിലെത്തി. ലോഹറും അസറും കൂടെ ഒരാൾ 1 മണിക്ക് നിസ്കരിച്ചതാ ഉദാഹരണത്തിന്. നാട്ടിലെത്തുമ്പോൾ 5:30 മണിയായി, അല്ലെ 5 മണിയായി, 5:30 5:30ക്ക് നാട്ടിലെത്തി. ഇപ്പൊ അസറിന്റെ സമയം ബാക്കിയുണ്ടല്ലോ. നമ്മളാണെങ്കിൽ അസർ നിസ്കരിച്ചതാണ്. അപ്പൊ ഇനി നമ്മൾ നിസ്കരിക്കണോ? അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന ഇഖാമത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ എത്തിയത്, അസറിന്റെ നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞു, അസർ അനുവദിച്ച രീതിയിൽ നമസ്കരിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഒരു മസല. ഒരാള് 1 മണിക്ക് ലോഹർ നമസ്കരിച്ചു, അസറും കൂടി മുന്തിച്ച് ജമ്മാക്കി. 1 മണിക്ക് ലോഹർ അസർ നിസ്കരിച്ചു. നാട്ടിലെത്തുമ്പോൾ 3 മണിയാണ്. അപ്പോ ലോഹറിന്റെ സമയത്ത് തന്നെയാ ഉള്ളത്, സായല്ലേ? അസറിന്റെ സമയം ആയിട്ടില്ല. ഇദ്ദേഹമാണെങ്കിൽ ലോഹറും അസറും കൂടെ അഡ്വാൻസ് ആയിട്ട് നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ലോഹറും ബാങ്ക് കൊടുക്കുമ്പോൾ ഇയാൾ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമസ്കരിക്കേണ്ട ആവശ്യമില്ല. ശറഅ് അനുവദിച്ച രീതിയിൽ ഇദ്ദേഹം ലോഹറും അസറും കൂടി അഡ്വാൻസ് ആയിട്ട് നമസ്കരിച്ച ആളാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യത തീർന്നിരിക്കുന്നു. ആവശ്യമായ നിബന്ധനകൾ പൂർത്തിയാക്കി തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, നമസ്കരിച്ചിട്ടുള്ളത്. പക്ഷെ വേണമെങ്കിൽ പോയി പള്ളിയിൽ പോവുക, നമസ്കരിക്കുക, നല്ലത് തന്നെയാണ്. കാരണം നമ്മള് പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, പള്ളി നിസ്കാരം നടക്കുന്നുണ്ട്, ആ സമയത്ത് വീട്ടിൽ നിൽക്കുക, സിറ്റ് ഔട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക, അത് വേറെ ചെയ്തുകൊണ്ടിരിക്കുക, ആളുകൾ കാണും വേറെ നിസ്കാരത്തിന് മാത്രം പള്ളി പോകത്തെന്നൊക്കെ ആളുകൾ വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാധ്യത തീർന്നിട്ടുണ്ട്. എന്നാൽ പോണെങ്കിൽ രണ്ടാമത് ചെയ്യാം, പോകാം. മുആദത്തായ നമസ്കാരം എന്ന് പറയുന്ന കൂട്ടത്തിൽ അതായത് ഒരു ഫർള് ഒരാൾ നിസ്കരിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, രണ്ടാമത് വേണമെങ്കിൽ ആ ഫർള് എന്ത് ചെയ്യാം, മടക്കി നിസ്കരിക്കാം. കൂടുതൽ വലിയ ജമാഅത്താണ്, അല്ലെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള ആൾക്കാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ നമസ്കരിക്കാൻ അവസരം കിട്ടുന്നു. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിലോ അല്ലാതെയോ ഒരാൾക്ക് വേണമെങ്കിൽ മടക്കി ഫർള് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. സ്വലാത്തി മുആദ എന്നാണ് അതിന് പറയാറുള്ളത്. ഇനി നമ്മള് ജമ്മു കസറിനെ സംബന്ധിച്ച് ഏതാണ്ട് മസലകൾ ആയിട്ടുണ്ട്. അത്യാവശ്യമുള്ള ബാക്കി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ നമസ്കാരം ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നിടത്തോളം നിന്ന് തന്നെ നമസ്കരിക്കണം. ഒരാൾക്ക് നിൽക്കാൻ തീരെ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. ഇനി ഇരിക്കാനും കഴിയുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലുള്ളത്, എന്നാൽ കിടന്ന് നമസ്കരിക്കാവുന്നതാണ്. കിടക്കുമ്പോൾ ചരിഞ്ഞു കിടക്കുക, വടക്ക് ഭാഗത്തേക്ക് തല വെച്ചിട്ട് അല്പം ചരിഞ്ഞ് കിബിലയുടെ ഭാഗത്തേക്ക് മുഖം വെച്ചിട്ട് ചരിഞ്ഞു കിടന്നുകൊണ്ട് നമസ്കരിക്കാം. ഉറങ്ങാൻ കിടക്കുന്ന പോലുള്ള അവസ്ഥ, അങ്ങനെ ചരിഞ്ഞു കിടന്നുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഇഫ്തിറാഷിന്റെ ഇരിപ്പാണ് നല്ലത്. പറ്റുന്നില്ലെങ്കിൽ തവറുക്കിന്റെ ആദ്യത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്ന പോലെയോ രണ്ടാമത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ എന്ത് ചെയ്യാം,
ഇരിക്കുന്നതിന് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇനി അതും പറ്റുന്നില്ലെങ്കിൽ തറബ്, അതായത് ചമ്രം പടഞ്ഞിരിക്കുക എന്ന് പറയും, അങ്ങനെ ഇരുന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല. എന്താണോ സൗകര്യം അതുപോലെ ഇരിക്കാം. പറ്റുന്നില്ലെങ്കിലാണ് കിടക്കേണ്ടത്. ചരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ മലർന്നു കിടക്കാവുന്നതാണ്. മലർന്നു കിടക്കുന്ന ആള് കാല് കിബിലയുടെ ഭാഗത്തേക്കും വരുന്ന രീതിയിലാണ് കിടക്കേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്ത് കിബിലയുടെ ഭാഗത്തേക്ക് കാല് വെച്ചിട്ട് മുഖവും കിബിലയുടെ ഭാഗത്തേക്ക് തിരിക്കണം. അപ്പൊ കിബിലയിലെ ഭാഗത്തേക്ക് തിരിക്കാൻ വേണ്ടി തലയണം എന്തെങ്കിലും വെച്ചിട്ട് പൊക്കി കിബിലയുടെ ഭാഗത്തേക്ക് മുഖം വരുന്ന രീതിയിൽ, ഇവിടെ മുകളിലേക്കായി പോകുമല്ലോ, കിബിലയുടെ ഭാഗത്തേക്ക് മുഖം വരുന്ന രീതിയിൽ ആണ് എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത്. സുജൂദും റുക്കുവും ഇരുന്ന് നിസ്കരിക്കുന്ന ആള് ചെയ്യേണ്ടത്, സുജൂദിന് വേണ്ടി റുക്കുവിന് വേണ്ടി കുറച്ച് കുനിയ, റുക്കുവിന് വേണ്ടി അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കുനിയ. ഇപ്പൊ മാക്സിമം കുനിയാൻ പറ്റുന്നത് റുക്കോ സുജൂദിനാക്കുക, റുക്കോ അതിനേക്കാൾ അല്പം കുറച്ചുള്ള അവസ്ഥയിലാക്കുക. ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ പറ്റുന്നില്ല, രോഗി, സംസാരശേഷി അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, മനസ്സിലൂടെ ആ ഫാത്തിഹയുടെ അൽഫാദുകള് ലഫ്ലുകള് വന്നാൽ മതി, പറ്റുന്ന പോലെ എന്ത് ചെയ്യാം, ചെയ്താൽ മതി. ഇനി റുക്കോ സുജൂദൊന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശരീരം ചലിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഒരാളുള്ളതെങ്കിൽ അയാൾക്ക് തല കൊണ്ട് ആംഗ്യം കാണിക്കാം. സുജൂദ്, റുക്കോ, അല്പം തല, റുക്കോ, സുജൂദ്, ഇതേപോലെ തല കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമസ്കരിക്കാം. ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കൺപോളകളിലൂടെ റുക്കോയും സുജൂദും ഒക്കെ ചെയ്യാവുന്നതാണ്. കൺപോളൊക്കെ പതിയെ അടക്കുക, റുക്കോ കൂടുതൽ അടക്കുക, സുജൂദ്, ഈ രീതിയിൽ നമസ്കരിക്കാം. ചുരുക്കത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ നമസ്കാരത്തിന്റെ പ്രവൃത്തികള്, ശരീരങ്ങൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാനും ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, കൺപോളകൾ ചലിപ്പിക്കാനും പറ്റുന്നില്ല, പക്ഷെ മനസ്സിൽ ഓർമ്മയുണ്ട്, പൂർണ്ണമായും ബോധമുണ്ട്, ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലും നമസ്കാരം ഒരാൾക്കും ഇളവ് ലഭിക്കുന്നതല്ല. ആ സമയത്തും മനസ്സിലൂടെ നമസ്കാരത്തിന്റെ ഓരോ പ്രവൃത്തികളും, ഖിയാമിലാണ് ഞാൻ, ഫാത്തിഹ ഓതുകയാണ്, സൂറത്ത് ഓതുകയാണ്, റുക്കോയിലാണ്, എഅ്തിദാലിലാണ്, സുജൂദ് ചെയ്യുകയാണ്, സുജൂദിന്റെ ഇടയിൽ ഇരിക്കുകയാണ്, വീണ്ടും സുജൂദ് ചെയ്യുകയാണ്, വീണ്ടും രണ്ടാമത്തെ റക്അത്തിലേക്ക് വരികയാണ്. ഇത്തരത്തിൽ ഉള്ള ആ ഫർളുകൾ തന്റെ മനസ്സിലൂടെ എന്ത് ചെയ്യണം, നടത്തിക്കൊണ്ട് ആ ബാധ്യത അദ്ദേഹം നിറവേറ്റണം. ബുദ്ധിസ്ഥിരത ഉള്ള കാലത്തോളം ഒഴിഞ്ഞു പോകുന്ന ഒന്നല്ല ഫർള് നമസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയും ബാധ്യത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ അവസാന നാളുകളിൽ, വഫാത്തിന് മുമ്പുള്ള സമയങ്ങളിൽ, രണ്ടുപേരുടെ സഹായത്തോടുകൂടെ പള്ളിയിൽ വന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹായത്തോടെ, മറ്റും പല വേറെ സഹബാക്കൾ ഉണ്ടായിരിക്കാം, അവരുടെയൊക്കെ സഹായത്തോടുകൂടെ രണ്ടുപേരുടെ തോളിലേറിയാണ് തങ്ങൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ടുള്ളത്. തങ്ങളുടെ കാല് താഴെ ചവിട്ടാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. ഇന്നത്തെ ആ കാൽ വിരലുകൾ ഭൂമിയിൽ ഒരയുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേർ ചവിട്ടാൻ കഴിയാതെ കാലിങ്ങനെ ഉരസി വരുന്ന, ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന അവസ്ഥയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കാരം, തങ്ങളുടെ നമസ്കാരങ്ങള് വളരെ ശ്രദ്ധയോടുകൂടെ തങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരവും നമ്മൾ ശ്രദ്ധിക്കണം. ഫർള് നിസ്കാരത്തിന്റെ അതിന്റെ സമയവും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനത്തിൽ നിസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ, വാഹനത്തില് നിസ്കരിക്കുന്നത് ചിലപ്പോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ ആയിരിക്കാം നിസ്കരിക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ പ്രധാനമായും വൃത്തിയുള്ള സ്ഥലമായിരിക്കണം. നമ്മളിപ്പോ ട്രെയിനിന്റെ സീറ്റിലൊക്കെ ഇരുന്ന് നിസ്കരിച്ചാൽ ഒഴിവാക്കേണ്ടതാണ്. സീറ്റിൽ, അതായത് അവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന് നിസ്കരിക്കാം, പറ്റുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ സീറ്റിൽ വെറുതെ അങ്ങിരിക്കാതെ എന്തെങ്കിലും വൃത്തിയുള്ള സാധനങ്ങൾ വിരിച്ചിട്ടിരിക്കലാണ് നല്ലത്. കാരണം ഒരുപാട് ആളുകൾ ഉപയോഗിച്ചതാണ്, അതിനകത്ത് ചിലപ്പോ അഴുക്കോ, നമസ്കാരത്തിന് ശുദ്ധി നിർബന്ധമാണല്ലോ, ഇതത് കിട്ടുന്നില്ല, വേറൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയും എന്ത് ചെയ്യാം, നമസ്കരിക്കാം. കിബില നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്.
ഈ കിബില കിട്ടുന്നില്ലെങ്കിൽ ഫർദ് നിസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്. കിബില കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കിബിലയിലേക്കാണ്, കിബിലയാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ബോധ്യം വരുന്ന, നമുക്ക് തോന്നുന്ന രീതിയിൽ ആ ഭാഗത്തേക്ക് നിസ്കരിക്കാം. പക്ഷെ ഉറപ്പായിട്ടും കിബിലയിലേക്ക് തിരിഞ്ഞെന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ നമസ്കാരത്തിന് ശേഷം യാത്രയ്ക്ക് ശേഷം ആ നമസ്കാരം നമ്മൾ ഖളാ വീട്ടി നമസ്കരിക്കേണ്ടത് ഒരാവശ്യമാണ്. വളരെ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ, യാത്ര ഭയങ്കര സ്പീഡിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും, വീഴുമെന്ന് പേടി തോന്നാം, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാം. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാവുമെന്ന് പേടിക്കുക, വീണു പോകുന്നുള്ള പേടി ഉണ്ടായാൽ തന്നെ അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. പിന്നെ സ്റ്റേഷനിലോ മറ്റോ കൂടുതൽ സമയം നിർത്തിയിടുന്ന സ്റ്റേഷനിലോ മറ്റോ ആണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് പോയി നമസ്കരിക്കലാണ് നല്ലത്. ഫ്ലൈറ്റിലും അതുപോലെ തന്നെയാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന് നിസ്കരിക്കാം, ഇരിക്കാനേ പറ്റുന്നുള്ളൂങ്കിൽ നിസ്കരിക്കാം. കിബില കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ സീറ്റ് അറേഞ്ച്മെന്റ് ഉള്ളത് അതുപോലെ നമുക്ക് നമസ്കരിക്കാം. പിന്നെന്ത് ചെയ്യാം, വന്നിട്ട് നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഒരിക്കലും നമസ്കാരം ഖളാ ആകാൻ അനുവദിക്കാൻ പാടില്ല. ഒരാൾക്ക് ഒന്നു കൊടുക്കാനുള്ള സൗകര്യം ഇല്ല, ട്രെയിനിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ. ട്രെയിനിൽ മിക്കവാറും വെള്ളം കിട്ടും, അല്ലെങ്കിൽ ട്രെയിനിൽ ഫ്ലൈറ്റിൽ കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അയാൾക്ക് താമം ചെയ്ത് കുറച്ച് മണ്ണൊക്കെ യാത്രയിൽ, ഹജ്ജ് യാത്ര പോലുള്ള സമയത്ത് മണ്ണൊക്കെ അല്പം കരുതുന്നത് നല്ലതാണ്. നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ അടിക്കാനുള്ള ഒരു പാഡൊക്കെ കിട്ടും, 2 കൈ കൊണ്ട് അടിക്കാനുള്ള പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ ഒരു സ്ലൈറ്റ് പോലെ ഇങ്ങനെ ശരിക്കും ബുക്ക് പോലെ മടക്കി വെക്കാവുന്ന ഒരു സാധനമൊക്കെ കിട്ടും. അത് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. ഇപ്പൊ അടുത്ത് ഇടക്ക് കണ്ടൊരു സ്പ്രേ, ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാവുന്ന ഒരു സാധനം കണ്ട്. അതിങ്ങനെ മുഖത്തടിച്ചിട്ട് സ്പ്രേ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ സെന്റൊക്കെ ഉണ്ടല്ലോ അത് സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ മുഖത്ത് സ്പ്രേ ചെയ്യാവുന്ന ഒരു സാധനം വീഡിയോയിൽ കണ്ടിരുന്നു. അത് കുഴപ്പമില്ല, അത് ഉപയോഗിക്കുന്നതിന് അതുകൊണ്ടൊന്നും കൊടുക്കാം. വെള്ളമൊന്നും താഴോട്ട് ഒരുപാടൊന്നും വീഴില്ല. ആ സ്പ്രേ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തൊപ്പിയോ അല്ലെങ്കിൽ തട്ടനോ ആണെങ്കിൽ മാറ്റി വെച്ചിട്ട് ഈ കഴുകൽ നിർബന്ധമാകുന്ന എല്ലാ സ്ഥലത്തും ആ സ്പ്രേ വെള്ളം എത്തിയിട്ട് അത് അല്പം ഒഴുകുമല്ലോ, ചെറിയ അത് മതിയോ, എല്ലാ സ്ഥലത്തും എത്തണമെന്നുള്ളൂ. തൊപ്പി ഇങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ തട്ടൻ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടോ ആണെങ്കിൽ മക്കനൊക്കെ ആണെങ്കിൽ അപ്പൊ ഈ ഭാഗം നനയാതെ എല്ലാ ഭാഗവും നനയുന്ന രീതി. പിന്നെ കയ്യിൽ സ്പ്രേ ചെയ്യുക, പിന്നെ ആ സ്പ്രേ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സാധനം, ഒരു രീതി ഇപ്പൊ കണ്ടായിരുന്നു. അതിന് വിരോധമില്ല, അങ്ങനെ ചെയ്യാം. ഒന്നും എടുക്കാവുന്നതാണ്. യാത്രയിൽ അത് കരുതിയാൽ നമുക്ക് പൂർണ്ണമായി ഒന്നും എടുത്ത് തന്നെ നമസ്കരിക്കാൻ പറ്റും. അല്ലെങ്കിൽ തേമം ചെയ്യാനുള്ള ഈ ഒരു പ്രത്യേക ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് വേണമെങ്കിൽ വാങ്ങാം, കുഴപ്പമില്ല. 250 രൂപ വില ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിരുന്നത്. ഇനി ഒന്നുമില്ല, ഒന്നും എടുക്കാനും പറ്റുന്നില്ല, ഒരാൾക്ക് തേമം ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ അവൻ വ്യക്തി അങ്ങനെ തന്നെ നമസ്കരിക്കുക. ഒന്നുമില്ല, നമസ്കരിക്കാം. കാരണം ഇന്ന സ്വലാത്ത കാനത്തൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ഷർത്തുകൾ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ നമസ്കരിക്കാം. എന്നിട്ട് പിന്നീട് നിസ്കാരം എന്ത് ചെയ്യണം, ഖളാ വീട്ടണം. യാത്രയിൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ സൂക്ഷ്മതയുടെ പേരിൽ എപ്പോഴും ഖളാ വീട്ടി നിസ്കരിക്കുന്നത് നല്ലതാണ്. കാരണം കിബിലയൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കാണൂല. നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ മൊത്തത്തിൽ വിചാരിച്ചു പോകും റെയിൽ തെക്ക് വടക്കാണെന്ന്. ഇല്ല, ഒരുപാട് സ്ഥലത്ത് കിഴക്ക് പടിഞ്ഞാറുണ്ട്, മനസ്സിലായില്ലേ? കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് എറണാകുളം നോർത്ത് കഴിഞ്ഞാൽ ആലുവ എത്തുന്നതിനിടക്ക് കുറെ സ്ഥലം കിഴക്കോട്ട് ഓടുന്നുണ്ട്. ട്രെയിൻ നേരെ കിഴക്കോട്ടാണ് ഓടുന്നത്, കിഴക്ക് പടിഞ്ഞാറാണ് ലെവൽ കിടക്കുന്നത്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് ട്രെയിൻ ഓടുമ്പോൾ നമുക്ക് കിബില കിട്ടാൻ സീറ്റിലിരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ സീറ്റിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന ആൾക്ക് കിബില കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് യാത്രയിൽ നമസ്കാരങ്ങൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഖളാ വീട്ടിൽ നമസ്കരിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കാരത്തെ കുറിച്ചുള്ള ക്ലാസ്സും മറ്റുമൊക്കെ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റാം. ഇന്നത്തെ ക്ലാസ് അല്പം നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ജുമാ നമസ്കാരത്തെ കുറിച്ച് ക്ലാസ് എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ക്ലാസ്സിനെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്നതാക്കി തീർക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ആൾക്കും ചോദിക്കാനുണ്ടോ? ഓൾറെഡി അസ്സലാമു അലൈക്കും. എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പോ നമ്മള് ളുഹർ നമസ്കാരം അസറിലേക്ക് പിന്തിച്ച് നമസ്കരിക്കാൻ വേണ്ടി നിയത്ത് ചെയ്യുക. അപ്പൊ നമ്മള് ആ നിയത്ത്, അപ്പൊ നമ്മള് അസറിന്റെ ആ സമയം എത്തിയപ്പോ നാട്ടിലെത്തി. അപ്പൊ നമ്മള് ളുഹറും അസറും 4 റക്അത്തായിട്ട് നമസ്കരിക്കണോ അതോ 2 റക്അത്തായിട്ട് നമസ്കരിക്കണോ? ഇന്ത്യച്ച് ജമാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്തുന്നതിന് മുമ്പ് നമസ്കരിക്കണം. നാട്ടിലെത്തിയാൽ ആദ്യത്തെ നമസ്കാരം ഖളായി പോകും. ആ ഖളാക്കിയതിന്റെ കുറ്റം നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെത്തുന്നതിന് മുമ്പ്, അതായത് നാടിന്റെ പരിധി, ആ ഒരു ഒരു പഞ്ചായത്തല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാടിനൊരു പ്രത്യേക പേരുണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് എടത്തല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ്.
ഇവിടെ ഈ സ്ഥലത്തേക്ക് എടത്തലയിൽ തന്നെ ഒരുപാട് പ്രദേശങ്ങൾ കൂടിയിട്ടുള്ളൊരു പഞ്ചായത്താണ് എടത്തല പഞ്ചായത്ത്. അപ്പൊ എടത്തല പഞ്ചായത്ത് അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ചൊരു പ്രദേശം ഉണ്ടാവും നമുക്ക്. ഉദാഹരണമായിട്ട് പുക്കാട്ടുപടി അല്ലെങ്കിൽ കോമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രദേശങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഒരു പ്രത്യേക പേരും ഒരു ഒക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലം. ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ നിസ്കരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ആദ്യത്തെ നമസ്കാരം കളായിപ്പോ. അഥവാ തിരിച്ചെത്തിയാല് ആദ്യത്തെ നമസ്കാരം കളായിട്ടും രണ്ടാമത്തെ നമസ്കാരം സമയത്തും നമസ്കരിക്കേണ്ടി വരും. നമ്മുടെ പ്രദേശം എത്തുന്നതിന് മുമ്പ് 2 നമസ്കാരങ്ങളും നമ്മൾ നമസ്കരിക്കുക അല്ലേ? അതെ, നമസ്കരിച്ച് വെക്കുക. അതെ, ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമുള്ള ഇൻഷാ അല്ലാഹ് മെസ്സേജിൽ വിട്ടാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ്സിനെ കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.